വിജയകരമായി പാസിംഗ് ഔട്ട് പരേഡ് പൂർത്തിയാക്കി ജയിൽ സേനയുടെ ഭാഗമാകുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെ, നിങ്ങൾ 185 പേരാണ് ഇന്ന് ഈ ചടങ്ങിലൂടെ ജയിൽ സേനയുടെ ഭാഗമായി മാറുന്നത്. വളരെ ഉത്തരവാദിത്വമുള്ള ഒരു സർവീസ് ജീവിതത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. പഴയകാല ജയിലുകളിൽ നിന്ന് വലിയ മാറ്റം സംഭവിച്ചിട്ടുള്ള ജയിലുകളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത്. പഴയകാലം രാജ്യത്തെ ജനങ്ങളെ ശത്രുക്കളായി കണ്ട അന്നത്തെ അധിനിവേശ ശക്തികൾ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഒരുക്കിയ ജയിലുകളായിരുന്നു. അതിൻ്റെ ഭാഗമായി മനുഷ്യത്വരഹിതമായ ഒട്ടേറെ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതാണ് നമ്മുടെ ജയിലുകൾ. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും കുറച്ചു കാലം പിടിച്ചു ആ സ്ഥിതിവിശേഷത്തിന് മാറ്റം വരാൻ. കേരളം ഇന്നത്തെ കേരളമായി രൂപം കൊള്ളുന്നത് 1956 നവംബറിലാണ്. അതിനുശേഷം കേരള സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ആദ്യത്തെ ഗവൺമെൻറ്, EMSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, VR കൃഷ്ണയ്യരായിരുന്നു അന്ന് ജയിൽ വകുപ്പിൻ്റെ ചുമതല വഹിച്ച് പ്രവർത്തിച്ചത്. അദ്ദേഹമാണ്, ആ ഗവൺമെൻറ്റാണ് കേരളത്തിൽ സമഗ്രമായ ജയിൽ പരിഷ്കരണത്തിന് തുടക്കമിട്ടത്. അതിനുശേഷമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ചില പരിഷ്കാരങ്ങൾ വന്നത്. ദീർഘമായി ഒരു സംസാരത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പരിഷ്കൃതമായ ജയിലുകളാണുള്ളത്. ജയിലിനകത്തുള്ളവരെ നല്ല രീതിയിൽ തിരുത്തിയെടുക്കുക എന്ന സാമൂഹ്യ ബാധ്യതയാണ് ജയിലുകളിപ്പോൾ നിർവഹിച്ചു പോരുന്നത്. പഴയ കാലത്ത് ജയിലിൽ കഴിയുന്നവരോട് സ്വീകരിക്കുന്ന സമീപനമല്ല, ഉന്നതമായ അത്തരമൊരു സാമൂഹ്യ ബോധം സ്വാഭാവികമായും നിങ്ങളിലെല്ലാം ഉണ്ടാവണം. അതിൻ്റെ ഭാഗമായുള്ള സേവനമായിരിക്കണം നിങ്ങൾ നൽകുന്നത്. ജയില് സാധാരണഗതിയിൽ ഒരു പ്രത്യേക ലോകമാണ്. നിങ്ങൾ അതിൻ്റേതായ കരുതലും ജാഗ്രതയും സർവീസിലുടനീളം പാലിച്ചിരിക്കണം. നിങ്ങൾ ചുമതല നിർവഹിക്കുന്നത് സാധാരണ ആളുകളുമായിട്ടല്ല. ആ ഒരു ബോധ്യം പൊതുവിലുണ്ടാവണം. ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരുണ്ട്, വിചാരണ തടവുകാരായി ജയിലിൽ കഴിയുന്നവരുണ്ട്. ചില ഘട്ടത്തിൽ രാഷ്ട്രീയ തടവുകാരായി ജയിലിൽ കഴിയുന്നവരുണ്ട്. ഇവരെല്ലാം ഒരേ രീതിക്കാരല്ല.
വിചാരണ തടവുകാരായി കഴിയുന്നവർ കുറ്റവാളികളാണോ എന്നുള്ളത് ആരും ഉറപ്പിച്ചിട്ടില്ല. ശിക്ഷിക്കപ്പെട്ടവർ തന്നെ നിയമത്തിൻ്റെ കണ്ണിൽ ശിക്ഷിക്കപ്പെട്ടവരാണെങ്കിലും തെറ്റ് ചെയ്യാത്തവരും ചിലപ്പോൾ അതിൽപ്പെട്ടേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലതിൽ കോടതി തന്നെ പിന്നീട് തിരുത്താറുമുണ്ട്. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. എന്നാൽ നല്ല ക്രിമിനൽ സ്വഭാവമുള്ളവരും സമൂഹത്തിന് ചേരാത്ത പ്രവണതകളുള്ളവരും ആ കൂട്ടത്തിലുണ്ടാകും. ഇതെല്ലാം കൂടിയുള്ള ഒരു പ്രത്യേക സംവിധാനത്തിലാണ് നിങ്ങൾ ചെന്നപ്പെടുന്നത്. അതിൻ്റേതായ ജാഗ്രതയും കരുതലും അതോടൊപ്പം നല്ല രീതിയിലുള്ള മനുഷ്യത്വപൂർണമായ സമീപനവും ഉണ്ടാവണം. ഒരു തെറ്റിനും വിധേയമാകാതിരിക്കണം. തുടക്കം മുതലേ അത്തരമൊരു ശപഥം നിങ്ങൾ എടുത്തിരിക്കണം. പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് സാധ്യതയുള്ള ഒരിടം കൂടിയാണിത്. അതിൽ വീഴാതിരിക്കാൻ നല്ല ജാഗ്രത പാലിച്ചു പോകണം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ദീർഘമായി സംസാരിക്കാൻ പറ്റുന്നൊരു കാര്യമാണിത്. പറയാനും ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ അത്ര ദീർഘമായി ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല. ശുഭകരമായ ഒരു സർവീസ് ജീവിതം നിങ്ങൾക്കേവർക്കും ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.